നമസ്കാരം. മകയിരം ഒടുവിലുള്ള 30 നാഴിക, തിരുവാതിര, പുണർദം ആദ്യ 45 നാഴിക ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് ജൂലൈ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, 10-ലാണ് ശനിയുടെ സഞ്ചാരം, 9-ൽ രാഹുവും സഞ്ചരിക്കുന്നു. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ശനിയും രാഹുവും ഒന്നും അത്ര ഗുണകരമല്ല. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. ധനസമൃദ്ധി നേടിയെടുക്കാൻ വേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിനും പുതിയ വരുമാന മാർഗങ്ങൾ നേടിയെടുക്കുന്നതിനുമുള്ള തുടക്കം ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും. ജൂലൈ മാസം നിങ്ങൾക്ക് പുതിയ കുറേ ഐഡിയാസ് കൊണ്ടുവരുമെന്നുള്ളതാണ് പ്രധാനം. ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി ലഭിക്കും. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഈ ജൂലൈ മാസത്തിൽ ഉണ്ടായേക്കാം. അന്യരാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജൂലൈ മാസം കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടായേക്കാം, സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം, കൂടുതൽ സൗകര്യങ്ങൾ വന്നു ചേരാനിടയുണ്ട്, ആഗ്രഹിക്കുന്ന വാസസ്ഥലം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗുണങ്ങൾ വരാം. കുട്ടികൾക്ക് ഈ പഠന കാര്യങ്ങളിൽ കുറേ ഗുണാനുഭവങ്ങൾ ഈ ജൂലൈയിൽ ഉണ്ടാകും. അതുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയും. ഉപരിപഠന കാര്യങ്ങളിലും അത് ഗുണം ചെയ്യുന്നതാണ്. കച്ചവടക്കാർക്ക് വളരെ പുരോഗതി ഉണ്ടാകാവുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ലാഭകരമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. കൂടുതൽ വരുമാനമുണ്ടാകും. സാമ്പത്തിക സമൃദ്ധിയിലേക്ക് എത്താൻ വഴി തുറക്കും. നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ കഴിയും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. നിങ്ങൾ ഇതിനു മുമ്പ് പ്രയോഗിച്ചിട്ടില്ലാത്ത പുതിയ ബിസിനസ് മേഖലയിലേക്കാണ് ഇറങ്ങുന്നത് എങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി അത് ചെയ്യേണ്ടതാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും കുറേയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോയാൽ ആ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാർഷിക രംഗത്തുള്ളവർക്ക് അനുഭവ ഗുണങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഗുണമുണ്ടാകും. നിങ്ങളുടെ സ്വയം തൊഴിൽ മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും അവസരം വരും. വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകുന്നതാണ്. കർക്കിടക മാസത്തിൻ്റെ ഭാഗമായി നല്ല തീർത്ഥാടന യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. വിശുദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം തീർത്ഥാടനം ചെയ്യാനുള്ള പുണ്യാവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ ജൂലൈ മാസം പൊതുവെ നല്ലതാണ്. അതോടൊപ്പം പ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. വളരെ ആലോചിച്ച് തീരുമാനിക്കണം. പുതുവർഷത്തിന് മുമ്പേ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്ന പല അവസരങ്ങളുമുണ്ട്. നന്നായി ചിന്തിച്ചു തീരുമാനമെടുക്കുക. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടറിഞ്ഞ് നല്ല പരിഹാരം ചെയ്യുക.